നമസ്കാരം. ധനു സ്പേസ് ടിപ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളിലാണ് വരുന്നത്. റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് 2024 ചോദിച്ചിട്ടുള്ള PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്. കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ കോൺഗ്രസ് സമ്മേളനം, അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം, കൽക്കട്ട കോൺഗ്രസ് സമ്മേളനം, ഒന്നാം വട്ടമേൽ സമ്മേളനം. ആൻസർ ഓപ്ഷൻ എ ആണ്, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഇത് ആൻസേഴ്സ് വരുന്നത് ഫയൽ ആൻസർ കീ പ്രകാരം നമ്മൾ നോക്കിയിട്ടാണ് ആൻസേഴ്സ് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ ഫയൽ ആൻസർ കീ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നുകൂടി ക്വസ്റ്റ്യൻസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ കോൺഗ്രസ് സമ്മേളനം. നെക്സ്റ്റ് വൺ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? സിവിൽ നിയമലംഘനം, നിസ്സഹകരണ സമരം, ഉപ്പു സത്യാഗ്രഹം, പൂർണ്ണ സ്വരാജ്. ആൻസർ നിസ്സഹകരണ സമരം. ഒന്നുകൂടി, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരം. നെക്സ്റ്റ് വൺ, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപം കൊടുത്തത് ആരാണ്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തത് ആരാണ്? റാഷ് ബിഹാരി ബോസ്, ജയപ്രകാശ് നാരായൺ, സുഭാഷ് ചന്ദ്രബോസ്, ലാൽ ലജ്പത് റായ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്തത് ആരാണ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും നിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവാണ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? വാഞ്ചി അയ്യർ, അരുണ അസബിളി, ചന്ദ്രശേഖർ ആസാദ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആൻസർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. നിരാഷ്ട്രവാദം എന്ന് ഓർക്കുമ്പോഴും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ഓർക്കുമ്പോഴും നമുക്ക് എന്ത് ആൻസറിലേക്ക് വരാൻ പറ്റുന്നുണ്ട്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. കൂടാതെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ എന്ന് പ്രത്യേകിച്ച് ഓർക്കുമ്പോൾ ഖാൻ അബ്ദുൽ ഗാഫറിലേക്ക് തന്നെ ആൻസർ വരും. നമുക്ക് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഓർക്കുമ്പോൾ തന്നെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് ഓർമ്മ വരണം. നെക്സ്റ്റ് വൺ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ബാലഗംഗാധര തിലക്, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. ആൻസർ ബാലഗംഗാധർ തിലക്. ബാലഗംഗാധർ തിലക്. നെക്സ്റ്റ് വൺ, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? 42 ഭരണഘടനാ ഭേദഗതി, 44, 52, 54. ആൻസർ 44-ാം ഭരണഘടനാ ഭേദഗതി. അടുത്തത്, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സുപ്രീം കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, മജിസ്ട്രേറ്റ് കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ആൻസർ ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെയാണ് ഹൈക്കോടതി. നെക്സ്റ്റ് വൺ, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ S രാധാകൃഷ്ണൻ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അടുത്തത്,
ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക്ക്, മൗലിക അവകാശങ്ങൾ. ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ മൗലിക അവകാശങ്ങൾ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലികാവകാശമാണ് അല്ലേ. അപ്പോൾ ഉൾപ്പെടുന്നത് ആരൊക്കെയായിരുന്നു? പരമാധികാരം നമുക്കറിയാം, റിപ്പബ്ലിക്ക് അറിയാം, സ്ഥിതി സമത്വവും നമുക്കറിയാം അല്ലേ. ഉൾപ്പെടാത്തത് മൗലികാവകാശങ്ങൾ ആകുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ് മൗലികാവകാശങ്ങൾ. നെക്സ്റ്റ് വൺ, കൈസറെ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, റൗലറ്റ് നിയമം, വാഗൺ ട്രാജഡി, ചൗരി ചൗര സംഭവം. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ആൻസർ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 1919. നെക്സ്റ്റ് വൺ, ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കെ കേളപ്പൻ, സഹോദരൻ അയ്യപ്പൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ആൻസർ വരുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. നെക്സ്റ്റ് വൺ, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? നരേന്ദ്രൻ കുമാരഗുരുദേവൻ, അയ്യപ്പൻ, നാണു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? ആൻസർ അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ്? അയ്യപ്പൻ. നെക്സ്റ്റ് വൺ, പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? തോമസ് ഹാർവേ ബാബർ, ഫ്രാൻസിസ്കോ അൽമേഡ, ആൽബുക്കർക്ക്, റാൽഫ് ഫിച്ച്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? ആൻസർ തോമസ് ഹാർവേ ബാബർ. ബ്രിട്ടീഷ് സബ് കളക്ടർ അല്ലേ, ആ ഒരു പേര് ബ്രിട്ടീഷുകാരൻ്റെ പേര് തന്നെയാണ്, തോമസ് ഹാർവേ ബാബർ. പഴശ്ശിക്കലാപം അടിച്ചമർത്തിയത് തോമസ് ഹാർവേ ബാബറാണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയത് തോമസ് ഹാർവേ ബാബർ. നെക്സ്റ്റ് വൺ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആറ്റിങ്ങൽ കലാപം, പുന്നപ്ര വയലാർ സമരം, നിവർത്തന പ്രക്ഷോഭം, മലബാർ കലാപം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്താണ്? ആൻസർ പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ അറബിക്കടൽ, പുന്നപ്ര വയലാർ. അറബിക്കടൽ പുന്നപ്രയാണ്, സൈഡ് കാണാം അല്ലേ. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് പറയുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. ആ സൈഡിൽ കൂടെ ഇപ്പോൾ എപ്പോഴും ഉണക്കമീൻ്റെ മണമാണ് എപ്പോഴും. അപ്പോൾ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഏത് സമരമാണ്? പുന്നപ്ര വയലാർ സമരം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഡി വൈ ചന്ദ്രചൂഡ്, ആശിഷ് ജിതേന്ദ്ര ദേശായി, എസ് വി ഭാട്ടി, ഗീതാ മിത്തൽ. ആൻസർ ഗോസ് ടു ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇതിന് ചേഞ്ച് ഉണ്ടല്ലേ. ഓക്കെ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? ഡിജിറ്റൽ ജില്ല ഏതാണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? മലപ്പുറം, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം. ആൻസർ ഗോസ് ടു തൃശ്ശൂരാണ്. ഡിജിറ്റൽ വരുന്നത് തൃശ്ശൂരാണ്, സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല അല്ലേ. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ബി ആർ അംബേദ്കർ, വി പി മേനോൻ. ആൻസർ വി പി മേനോൻ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരി, ദാമൻ, ദിയു, ഗോവ.
ആൻസർ പോണ്ടിച്ചേരി. ആൻസർ പോണ്ടിച്ചേരിയാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? എച്ച്.എൻ. കുൻസ്രു, പി.എൻ. പണിക്കർ, ഫസൽ അലി, കെ.എം. പണിക്കർ. പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? മലയാളിയായ അംഗം എന്ന് പറയുന്നത് ആരാണ്? കെ.എം. പണിക്കറാണ്. കെ.എം. പണിക്കരാണ്. കെ.എം. മലയാളി കെ.എം. പണിക്കരാണ്. നെക്സ്റ്റ് വരുന്നത് റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം. റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനി, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ, അമേരിക്ക. റൂർക്കല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേഗം ഓടിയെത്താം എങ്ങോട്ടേക്ക്? ആൻസർ ജർമ്മനിയാണ്. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ, ആദിത്യ, മംഗൾയാൻ, ആര്യഭട്ട. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്താണ്? മംഗൾയാൻ എന്നാണ്. ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്താണ്? മംഗൾയാൻ എന്നാണ്. നെക്സ്റ്റ് വൺ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? G20 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? ഇന്ത്യ, ബ്രസീൽ, ഫ്രാൻസ്, കാനഡ. ആൻസർ ബ്രസീൽ. നെക്സ്റ്റ് വൺ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വിക്രം, പ്രഗ്യാൻ, ഭീം, ധ്രുവ്. ആൻസർ പ്രഗ്യാൻ. ആൻസർ പ്രഗ്യാൻ. അടുത്തത്. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തത്. ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഹിമാലയ നദികളെന്ന് അറിയപ്പെടുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ 1ഉം 3ഉം ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഹിമാലയൻ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ് അല്ലേ? ഹിമാദ്രിയാണ്. പിന്നെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഹിമാലയ നദികളായി അറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തത്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു. 2. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. 3. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യ അതിർത്തി രാജ്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറയുന്ന 3 പ്രസ്താവനകളും ശരിയായതാണ്. 7 രാജ്യങ്ങൾ ഇന്ത്യയും അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 1. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ഇത് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന 2 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 മാത്രം. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. ഇതിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. പിന്നെ ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? എല്ലാം ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയായ പ്രസ്താവനയാണ്.
ഒന്നാമത്തത് അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അയോധ്യ നഗരം സരയൂവിൽ. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നിവ ഇവിടെയാണ് സബർമതി തീരത്താണ്. അഹമ്മദാബാദും ഗാന്ധിനഗറും സബർമതി നദീതീരത്തായിരിക്കും. നെക്സ്റ്റ് കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്തുമാണ്. അപ്പോൾ അയോധ്യ നഗരം സരയൂ നദി, അഹമ്മദാബാദ് ഗാന്ധിനഗർ സബർമതി തീരത്താണ്, കൊൽക്കത്ത ഹൗറ ഹൂഗ്ലി തീരത്താണ് അല്ലേ. ഓക്കെ. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ഇതിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഓക്കെ, ഇതാണ് ആൻസർ. തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണെന്ന് നമുക്കറിയാം. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാടെന്നും അറിയാം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ട് നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദി സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. നോക്കാം. ഒന്നാമത്തെ ഏതായിരുന്നു? കിഴക്കൊഴുകുന്ന നദികളിൽ ഏതൊക്കെയാണത്? കബനി, ഭവാനി, പാമ്പാർ. നെക്സ്റ്റ് മൂന്നാമത്തെന്ന് പറയുമ്പോൾ ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് അല്ലേ. 2ാം സ്ഥാനം ഭാരതപ്പുഴ, 1ാം സ്ഥാനം പെരിയാർ, 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്ക്. ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ 1ാം സ്ഥാനമുള്ളത് പെരിയാറും അല്ലെങ്കിൽ നീളം ഒക്കെ ഏകദേശം വരുന്നത് LGSന് ഇപ്പോൾ ചോദിച്ചിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ സമുദ്രനിരപ്പിൽ നിന്നും ഉയർത്തി സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയല്ലാത്തവ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയല്ലാത്തതില്ല. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പിന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1, കൊല്ലത്തെ തമിഴ്നാട് ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായവ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര, തിരുവനന്തപുരം. ഇത് ശരിയായി യോജിച്ചവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായ ജോഡികൾ. 2ഉം 3ഉമാണ് ശരിയായ ജോഡി. ഇത് മാത്രം നോക്കിപ്പോകാം. അഴീക്കൽ, കണ്ണൂറും പൊന്നാനി, മലപ്പുറം. അഴീക്കൽ, കണ്ണൂറും പൊന്നാനി, മലപ്പുറവുമാണ് മത്സ്യബന്ധന തുറമുഖം അല്ലേ. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും. അഴീക്കൽ, കണ്ണൂർ, പൊന്നാനി, മലപ്പുറം. അഴീക്കൽ, കണ്ണൂർ, പൊന്നാനി, മലപ്പുറം. കേരളത്തിലെ വൈദ്യുതി പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? കേരളത്തിലെ വൈദ്യുത പദ്ധതികളിൽ കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ശരിയായ പ്രസ്താവന ഏതൊക്കെയും ചോദിച്ച ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ് ജലമാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. ഇത് എല്ലാം തന്നെ അല്ലേ, ഈ രണ്ടെണ്ണം എപ്പോഴും ചോദിക്കുന്നതാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡി കണ്ടെത്തുക. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായ ജോഡി. കരിമ്പുഴ, മലപ്പുറം.
പിന്നെ ചെന്തരുണി കൊല്ലം. വന്യജീവി സങ്കേതങ്ങളും അവയുടെ ജില്ലകളും കരിമ്പുഴ മലപ്പുറം, പിന്നെ ചെന്തരുണി കൊല്ലം. നെക്സ്റ്റ്, സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. ഒന്നാമത്തത്, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന് പറയുന്നു. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റായ പ്രസ്താവന അല്ലേ, തെറ്റായ പ്രസ്താവന മാത്രം കണ്ടെത്തുക. സൈലൻറ്റ് വാലിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന അല്ലേ. ഇതാണ് തെറ്റായ പ്രസ്താവന. സിംഹവാലൻ കുരങ്ങ് കാണപ്പെടും, ശരി തന്നെയാണ്. പിന്നെന്താ, ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഇതെന്താ പറയുക, അതിന് അവിടെ ചീവീടുകൾ ഇല്ല. അതുകൊണ്ട് സൈലൻറ്റ് വാലി അല്ലെങ്കിൽ നിശബ്ദ താഴ്വര എന്ന് പറയുന്നത്. സൈലൻറ്റ് വാലി എന്ന് പറയാറില്ലേ, സൈലൻറ്റ് വാലി പാലക്കാട് ജില്ല. നെക്സ്റ്റ് വൺ, കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗോദവർമ്മ രാജ പോട്ടെ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയായ പ്രസ്താവനകൾ നമുക്ക് വായിച്ചു നോക്കാം. കായിക കേരളത്തിന് പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ്. ഓക്കെ. ഗോദവർമ്മ രാജ, PT ഉഷ മലയാളി വനിത, ഏഷ്യക്കാരൻ അല്ലേ ജിമ്മി ജോർജ്. നെക്സ്റ്റ്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന അല്ലേ. 1 തെറ്റായ പ്രസ്താവന അല്ലേ. ബാക്കി 2 നമുക്ക് നോക്കാം. കേരളത്തിൽ 940 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. പ്രസ്താവന നമുക്ക് വായിക്കാം. കേരള സ്പീക്കർ AN ഷംസീറാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആൻസർ ഗോസ് ടു ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 2 മാത്രം അല്ലേ. രണ്ടാമത്തെ തെറ്റായ പ്രസ്താവനയാണ്. ഷംസീർ ശരിയാണ് അല്ലേ. കേരള ഗവർണർ നമുക്കറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ അറിയാമല്ലോ. നെക്സ്റ്റ് വൺ, കേരള കലാമണ്ഡലം കൽപ്പന സർവകലാശാല സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് നോക്കാം നമുക്കിവിടെ. കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി അല്ലേ, അത് തന്നെ തെറ്റാണ്. തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ സ്ഥിതി ചെയ്യുന്നു. തൃശ്ശൂർ ജില്ലയിൽ ആണ് കേരള കലാമണ്ഡലം. ചെറുതുരുത്തി തന്നെയാണ്, തീരത്തല്ലെങ്കിലും ചെറുതുരുത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത് ഏകദേശം ശരിയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇതും 2 തെറ്റായി വരുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിലാണ് അതുള്ളത്, ഈ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 23 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കാണ്. 22 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു. ഇത് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ISRO ചെയർമാൻ മോഹൻ കുമാർ. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3ൻ്റെ മൊത്തം ചെലവ്
615 കോടി രൂപയാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്. 1, 3, 4 ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തതാണ് തെറ്റ്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രമാണ്. മൊത്തം ചിലവ് 615 കോടി രൂപയാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏതാണ്? തനതായ കലാരൂപം ഏതാണ്? കേരളത്തിൻ്റെ തനതായ കലാരൂപം ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിര, കുച്ചിപ്പുടി. ആൻസർ ഓപ്ഷൻ ബി ആണ്. മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനതായ നൃത്തകലാരൂപം. നൃത്തകലാരൂപം ഏതാണ്? മോഹിനിയാട്ടം. നൃത്തകലാരൂപം മോഹിനിയാട്ടമാണ്. നെക്സ്റ്റ് വൺ, അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? മാക്സിം ഗോർക്കിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതയായത് ആരാണ്? അരിന്ദം ബാഗ്ജി, രുചിര കാംബോജ്, അങ്ങനൊരു ആൾ ഇല്ല അല്ലേ? ഓക്കെ. സയ്യദ് അക്ബറുദ്ദീൻ, അശോക് കുമാർ മുഖർജി. ദർ ഇസ് നോ ആൻസർ. നെക്സ്റ്റ് വൺ, ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ദേശീയ തലത്തിൽ, ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ലോക്പാൽ. നെക്സ്റ്റ് വൺ, 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ഖോ-ഖോ. ഹോക്കി. അടുത്തത്, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? എസ് സോമനാഥ്, ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ, കൽപ്പന കാളഹസ്തി, വീരമുത്തുവേൽ. ISRO ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. ISRO ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. നെക്സ്റ്റ് വൺ, 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ക്ലോഡിയ ഗോൾഡിൻ, അമർത്യ സെൻ, അഭിജിത്ത് ബാനർജി, പോൾ കോർഗ്മാൻ. 2023 എക്കണോമിക്സിൽ, സാമ്പത്തികശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിൻ. അടുത്തത്, അസ്ഥികൾക്ക് കാഠിന്യം കൊടുക്കുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഫോസ്ഫേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഗോളരസന്ധി, കീലസന്ധി, വിജാഗിരി സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? ആൻസർ വരുന്നത് വിജാഗിരി സന്ധിയാണ്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യൻ്റെ ശരീരഭാഗം ഏതാണ്? സി ആകൃതിയുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യരീരഭാഗം ഏതാണ്? സന്ധി, ചെവി, ട്രക്കിയ, കോക്ലിയ. ആൻസർ ട്രക്കിയാണ്. ട്രക്കിയ മീൻസ് ഇതില്ലേ, നമ്മുടെ അന്നനാളത്തിൻ്റെ ആ ഭാഗം ശ്വാസകോശം വരുന്നപ്പം ഇവിടെ ഇങ്ങനെ ഉണ്ട് അല്ലേ, ട്രക്കിയ. നെക്സ്റ്റ്, ജീവി ശാസ്ത്രനാമമുണ്ട്. ശരിയായ ജോഡികൾ ഏതെല്ലാം?
ശരിയായ ജോഡികൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ആൻസർ. ശരിയായ ജോഡികൾ ഒന്നുകൂടി നോക്കാം. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്. പിന്നെ കാക്ക കോർവസ് സപ്ലൈൻഡൻസ്, കോർവസ് സപ്ലൈൻഡൻസ്. പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ്, കാക്ക കോർവസ് സപ്ലൈൻഡൻസ്. നെക്സ്റ്റ് വൺ, ജീവികളും ഹൃദയ അറകളുമാണ് വന്നേക്കുന്നത്. അതിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ജീവികളുടെ ശരിയായ ജോഡി ഏതൊക്കെയാണ്? പാറ്റയ്ക്ക് വരുന്നത് 13 അല്ലേ, നേരത്തെ നോക്കിയിട്ടുള്ളതാണിത്. പാറ്റയ്ക്ക് 13 ഒന്നുകൂടി നമുക്ക് നോക്കാം ഏതൊക്കെയാണുള്ളത്. പല്ലിക്ക് 3, പിന്നെ പക്ഷിയുടേത് 4, മത്സ്യം 2 അറകൾ, നേരത്തെ നോക്കിയിട്ടുള്ളതാണിത്. നെക്സ്റ്റ് വൺ, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്. ഏത് ഇയറിലെയാണ് അല്ലേ? പ്ലാസ്റ്റിക് മലിനീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിയത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരിപാടി അത് തന്നെയാണല്ലോ അല്ലേ, പ്ലാസ്റ്റിക് മലിനീകരണം തോൽപ്പിക്കുക. അതിനുവേണ്ടി ഹരിതകർമ്മസേനയൊക്കെ ഇറക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് ഓർത്താൽ ഈ വർഷം നമുക്ക് എഴുതാൻ പറ്റും. ആൻസർ എന്താണ്? 23 അവരെ ഇറക്കിയേക്കുന്നത്. ഓക്കെ, 23 പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമായിരുന്നു? 2023 അല്ലേ. ആ സമയത്താണ് അവർ ഇറങ്ങി വന്നേക്കുന്നത്. ആര്? പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനായിട്ട് വീടുകളിൽ വരത്തില്ല. ആരാണ്? നമ്മുടെ ഹരിതകർമ്മസേനകളൊക്കെ വരാറുണ്ട്, അത് ഓർത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംഗ്രഹണം തക്കാളി അല്ലാത്തതാണ്. സംഗ്രഹണം തക്കാളി അല്ലാത്തതാണ്. അല്ലാത്തത് മുക്തി, അനഘ, അക്ഷയ, ഹരിത. ഇത് അല്ലാത്തത് ആരാണ്? അല്ലാത്തതെന്ന് പറയുമ്പോൾ ഹരിതയാണ്. മുക്തി, അക്ഷയ, അനഘ എന്നിവ തക്കാളിയാണ്. മുക്തി, അക്ഷയ, തക്കാളി. മുക്തി, അക്ഷയ, അനഘ, തക്കാളി. ഇതിൻ്റെ സങ്കലനത്തിൻ്റെ എപ്പോഴും പയറും തക്കാളിയും ഒക്കെ എപ്പോഴത്തെങ്ങുമെല്ലാം എപ്പോഴും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? ഭാരത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? കിലോഗ്രാം, ജൂള്, ന്യൂട്ടൺ, പാസ്കൽ. കിലോഗ്രാം, ജൂള്, ന്യൂട്ടൺ, പാസ്കൽ. ആൻസർ ന്യൂട്ടൺ. ഭാരത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടനാണ്. ഭാരത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടനാണ്. 20 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ളൊരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ്? 4 ഡയോപ്റ്റർ. 4 ഡയോപ്റ്ററാണ് അതിൻ്റെ പവർ. ഒരു കുതിരശക്തി 1 HP എന്നത് ഡാഷ് വാട്ട് ആകുന്നു. ഒരു കുതിരശക്തി 1 HP എന്നത് ഡാഷ് വാട്ട് ആകുന്നു. 746 വാട്ട്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ ആരാണ്? S സോമനാഥ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യാൻ. റോവറിൻ്റെ പേര് പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? അമൃതം ആരോഗ്യം. വായുവിലൂടെ പകരുന്ന രോഗവും ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് ശരിയായ ജോഡി. 3 മീൻസ് ക്ഷയം, ചിക്കൻ ബോക്സുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. ക്ഷയവും ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. സുറഫ്താൽമി എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സുറഫ്താൽമി എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ആൻസർ എന്താണ്? വിറ്റമിൻ എ അല്ലേ. വിറ്റാമിൻ എ. സുറഫ്താൽമിയ, നിശാന്തത, സുറഫ്താൽമിയ, മങ്ങി വിളിച്ചത് കാണാൻ കഴിയാത്ത അവസ്ഥ അല്ലേ. വിറ്റമിൻ എയുടെ കുറവുകൊണ്ടാണ് കണ്ണുകൾക്ക് ആരോഗ്യം കുറവുണ്ട്. മങ്ങി വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്നതാണ് സുറഫ്താൽമിയ. മങ്ങി വെളിച്ചത്തിൽ കാണാൻ സാധിക്കില്ല. നിശാന്തത ഒക്കെ പറയാറുണ്ട്. നെക്സ്റ്റ്, കേരള സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്നാണ്? 2014 നവംബർ 9 2014 നവംബർ 9 ആയുഷ് മന്ത്രാലയം
രൂപീകരിക്കുക? 2014 നവംബർ 9 ആയുഷ് മന്ത്രാലയം രൂപീകരിക്കുക. നെക്സ്റ്റ്, ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുക? ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുക? ആൻസർ കണ്ണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ്. MS സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് അല്ലേ? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? അദ്ദേഹം മരിച്ചുപോയ ഡേറ്റ് എന്നാണ്? 23 സെപ്റ്റംബർ 28 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ മരിക്കുക. സെപ്റ്റംബർ 28. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? വൈറസ് രോഗം അല്ലാത്തത് എലിപ്പനി, ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, ഡെങ്കിപ്പനി. ആൻസർ എലിപ്പനിയാണ്. ലെപ്റ്റോസ്പൈർ എലിപ്പനിയാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ, മലേറിയ. ആൻസർ മലേറിയ. പ്ലാസ്മോഡിയം വൈവാക്സ് അല്ലേ? മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് സർക്കാരിൻ്റെ പദ്ധതിയാണ്. എന്താണ് ആ പേര്? സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹക്കൂടെന്നാണ്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? ആൻസർ സൗത്ത് ആഫ്രിക്ക. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശ്വാസകോശ രോഗം അല്ലാത്തത് ഏതാണ്? ശ്വാസകോശ രോഗം അല്ലാത്തതാണ് നെഫ്രൈറ്റിസ്. ശ്വാസകോശ രോഗം അല്ലാത്തത് ഏതാണ്? നെഫ്രൈറ്റിസ്. നെഫ്രോണിനെ ബാധിക്കും. നെഫ്രോൺ എന്ന് പറയുമ്പോൾ അത് കിഡ്നിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് നെഫ്രോൺ എന്ന് പറയുന്നത് അല്ലേ? നെഫ്രൈറ്റിസ് എന്നതാണ്. അതിനെ നെഫ്രോൺസിനെ ബാധിക്കുന്നതാണ് നെഫ്രൈറ്റിസ് വരുന്നത്. നെക്സ്റ്റ്, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മാതൃജ്യോതി ഇല്ലേ? പ്രസവാനന്തര കുഞ്ഞിനെ പരിപാലിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? മാതൃജ്യോതിയാണ്. അടുത്തത്, മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഏറ്റവും വലിയ അവയവം എന്ന് പറഞ്ഞാൽ ത്വക്കാണ്. ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് 5 ത്വക്കിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും വലിയ അവയവം എന്ന് പറഞ്ഞാൽ അത് ത്വക്കാണ്. എല്ലായിടത്തും വ്യാപിച്ച് കിടപ്പുണ്ട് അല്ലേ? നെക്സ്റ്റ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതായത് 2ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശരിയായ ജോഡി എന്ന് പറയുമ്പോൾ 2. ക്ഷയം, ബാക്ടീരിയ, വിബ്രിയോ അല്ലേ? ട്യൂബർക്കുലോസിസ് അല്ലേ? ട്യൂബർക്കിൾ ബാസിലസ് ആണ് ക്ഷയം. TB. 4 നിപ്പ വൈറസ്. ശരിയായ ജോഡി ഏതൊക്കെ? ക്ഷയം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്ന 2023 ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ, LDC പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് നോക്കാം. വീണ്ടും നെക്സ്റ്റ് വീഡിയോ അത് തന്നെയായിരിക്കും. ഇതെല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് മീ അലോട്ട്. താങ്ക് യു.